തീർച്ചയായും എൽദോ നമ്മൾ ആ ദുരന്ത ഭൂമിയുടെ ഒരുപക്ഷെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പുഴയും ആ കടയുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശമാണ്. പുഴ ഇപ്പോൾ പകുതി ഒരു ഭാഗം പുഴ മൂടിയ നിലയിലാണ്. ഏതായാലും ആ പുഴയിലെ അരികിൽ നിന്നാണ് ഇപ്പോൾ ആ കടയുടെ പരിസരത്ത് നിന്നാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ദൃശ്യം നമുക്കിപ്പോൾ അല്പസമയത്തിനും കാണിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തത്സമയം ദൃശ്യം നമ്മൾക്കിപ്പോൾ കാണുന്നുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും അപ്പുറത്താണ്, അവിടത്തേക്ക് നമ്മൾക്ക് അനുവദിച്ചിട്ടില്ലെങ്കിലും അതിന് തൊട്ടരികിലായി തന്നെ നമ്മളുണ്ട്. AKM അഷ്റഫ് ന്യൂസ് 18 വെളിപ്പെടുത്തിയ ആ കാര്യം, ഇത്രയും നാൾ കാത്തിരുന്ന ആ വിവരം, അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് കാത്തിരിക്കണം. AKM അഷ്റഫ് 100% എന്നാണ് ആ വാക്കുകളിൽ പറഞ്ഞത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നു. ആ വാക്ക് പറയുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ തെളിവാകുന്നത് ആ ലോറി കണ്ടെത്തിയെന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അത്തരത്തിൽ നിരവധി JCB-കൾ ആ പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. മറ്റെല്ലാ തിരച്ചിലും ഒരേ കേന്ദ്രത്തിലായിരിക്കുന്നു. അതിനെല്ലാം സൂചന ലോറി കണ്ടെത്തി എന്നതുള്ളത് തന്നെയാണ്. അല്പനിമിഷം കൂടി കാത്തിരുന്നാൽ തത്സമയം തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായ ഒരു സ്ഥിരീകരണം സൈന്യത്തിനോ മറ്റോ നമുക്കിപ്പോൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എൽദോ, കാസർഗോഡ് ബാക്കാക്കിൽ കിട്ടുന്നുണ്ടോ? ലൈവ് കാണിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമേ പറഞ്ഞു. വെറുതെ MLA ലോറി കണ്ടെത്തിയത് ഏറ്റവും ഇഷ്ടത്തെ എങ്ങനെ പറയും? ഹലോ, സൂചന ഉണ്ടോ പറയുന്നത്? ഹലോ, ഷഫീഖാണ്. ഈ നമ്പറിൽ വിളിച്ചാലേ കിട്ടും. ലോറി കണ്ടെത്താനാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആവുന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടു. ലോറി കണ്ടെത്താനാകുമോ 100% ആകുമോ എന്നാണ് പറഞ്ഞില്ല. തീർച്ചയായും അത്തരത്തിലാണ് AKM അഷ്റഫ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് താനല്ല, പക്ഷേ ആ ലോറി കണ്ടെത്തിയതായുള്ള എല്ലാ സൂചനകളും ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പറയുന്നത്. എന്തായാലും ന്യൂസ് 18 അദ്ദേഹം ആ വിവരം പങ്കുവച്ചത്. ഔദ്യോഗികമായി സൈന്യമാണ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം തരേണ്ടത്. എന്തായാലും ലോറി കരികിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. വളരെ സാവധാനത്തിൽ അവിടെ
വസ്തു ആ കടയുണ്ടായിരുന്ന പ്രദേശമാണത്. കടയുടെ തൊട്ടുപിറകിലാണ് ഇത്തരത്തിൽ ലോറി കണ്ടെത്തിയതായുള്ള നമുക്ക് വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആ പരിശോധന ആ ഇടത്ത് മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അതിനുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം നമുക്ക് നൽകാനാവും. എന്തായാലും നിരവധി ആളുകളുടെ പ്രാർത്ഥന, നീണ്ട നാള് 9 നാളത്തെ കാത്തിരിപ്പ്, അതിനെല്ലാം വിരാമമാകുമോ? ഈ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ ഓരോ നിമിഷവും അവിടുത്തെ ഓരോ പ്രവൃത്തി, തെരച്ചിലുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും തത്സമയമാണ് നമ്മൾ കാണിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം മണ്ണുമാന്തി വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 50 മീറ്റർ അരികിലാണ് ഞങ്ങൾ. അതിനപ്പുറത്ത് മറ്റ് വലിയ ಕೇರಳ ಹಾಗೂ ಕರ್ನಾಟಕದಲ್ಲಿ ಮೂಲಕ ಇಲ್ಲಿ ಒಂದು ಕೆಲವು ಕಾರ್ಯಾಚರಣೆ ಹಾಗೂ ಕಾರ್ಯಾಚರಣೆ ಕೂಡ ಈಗ ಸರಳವಾಗಿ ಅಲ್ಲಿ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡ್ತಾ ಇರುವಂತಹ ದೃಶ್ಯದಲ್ಲಿ ನೋಡಬಹುದು. ಯಾಕಂದ್ರೆ ಈಗ ಇನ್ನೊಂದು ಕಡೆಗೆ ನೀವು ದೃಶ್ಯದಲ್ಲಿ ನೋಡಬಹುದು, ಈ ಭೂಮಿ ಪೋಕ್ಲೈನ್ ಯಾಕೆ ತರಿಸಲಾಗಿದೆ ಅಂದ್ರೆ ಏನಿದೆ ಸುಮಾರು 60 ಫೀಟ್ ಅಗಲ ಹಾಗೂ 30 ಫೀಟ್ ಅಡಿಯಲ್ಲಿ ಅಷ್ಟು ದೊಡ್ಡ ಆಳದಲ್ಲಿ ಏನೋ ವಸ್ತುಗಳಿದ್ರು ಅದನ್ನು ಡಿಗ್ ಮಾಡಿ ತೆಗೆಯುವಂತ ಸಾಮರ್ಥ್ಯ ಹೊಂದಿರುವಂತಹ ಮಷಿನ್ ಅದು. ಸೊ ಅದನ್ನು ಕೂಡ ಈಗಾಗಲೇ ಹುಬ್ಬಳ್ಳಿಯಿಂದ ತರಿಸಲಾಗಿರುವಂತದ್ದು. ಸೊ ಅದರ ಪಕ್ಕದಲ್ಲೇ ಸಣ್ಣ JCB ಆಗಿರ್ಬೋದು ಅಥವಾ ಹಿಟಾಚಿಗಳಾಗಿರ್ಬೋದು ಈಗಾಗಲೇ ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತದೆ. ಇಲ್ಲಿ ಪ್ರತಿಯೊಂದುಗಳಲ್ಲಿ ಮಣ್ಣು ಏನು ರಾಶಿಯಾಗಿ ಬಿದ್ದಿತ್ತು, ಆ ರಾಶಿ ಬಿದ್ದ ಮಣ್ಣನ್ನೆಲ್ಲ ತೆರವು ಮಾಡುವ ಕೆಲಸ ಈಗಾಗಲೇ ನಡೆದಿರುವಂತದ್ದು. ಆಲ್ಮೋಸ್ಟ್ ಈಗ 95% ಎಲ್ಲವೂ ಕ್ಲಿಯರ್ ಆಗಿದೆ. ಸೊ ಪಕ್ಕದಲ್ಲೇ ಎಷ್ಟು ದೊಡ್ಡ ಭಾಗದಿಂದ ಮಣ್ಣು ಮುಂದೆ ಬರೀ ಮಾಮಾಗರ ಚಮಕೋಲಲ್ಲ सर 18 मीटर को सर लोगो सर ए भाई പറഞ്ഞോ. ആംബുലൻസ് ബൈക്ക് ഓൺ ചെയ്യണം. ഹെഡ് സ്പേസ് ഇല്ല, ഹെഡ് സ്പേസ് വേണ്ട. ടോപ്പ് ബാൻഡ് ഇല്ല. ഇല്ലാത്ത സൈസിൽ ഫ്രെയിമും മുകളിൽ ആംബുലൻസ് കണ്ടു ತಂಡಗಳು ಅಂದ್ರೆ IRPಯ ಕಾರ್ಮಿಕರ ಈಗಾಗಲೇ ತೆರವುಗೊಳಿಸಲಾಗಿದೆ. ಆದರೆ ಈವರೆಗೂ ಕೂಡ ಯಾವುದೇ ಒಂದು ಮೃತದೇಹ ಕೂಡ ಪತ್ತೆಯಾಗಿಲ್ಲ. ಒಟ್ಟಿನಲ್ಲಿ ಗಂಗಾವಳಿ ನದಿಯಲ್ಲಿ ಈ ಒಂದು ಗುಡ್ಡದ ಮಣ್ಣು ಜಾರಿ ಬಿಟ್ಟಿರುವುದರಿಂದ തീർച്ചയായും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് ഇനി നമുക്ക് വേണ്ടത്. അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. എന്തായാലും വളരെ സൂക്ഷ്മമായി ഇപ്പോൾ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ JCBകളും എല്ലാ പരിശോധനകളും എല്ലാ തെരച്ചിലും ഒരേ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുന്നു. മറ്റെല്ലാ സ്ഥലത്തുമുള്ള തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. ആ കടയുടെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളുടെ കടയുടെ പിറകിൽ വശമാണ് ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ മണ്ണ് നീക്കുന്ന ഈ പ്രവൃത്തി നടക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ ആ ലോറി
ലോറിയിലെ ചിത്രങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായി നൽകേണ്ടതുണ്ട്. ആ ലോറി പൂർണ്ണമായും പുറത്തേക്ക് എടുത്താൽ മാത്രമേ അത്തരത്തിലുള്ള സ്ഥിരീകരണം നൽകൂ. എന്തായാലും വളരെ 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 നിർണായകമായ ഈ സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 9 നാളായി എന്താണ് ഇവിടെ നടക്കുന്നത്, എത്രത്തോളം പ്രവർത്തികൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ ചെറിയ സമയത്ത് മാത്രമേ ഇവിടെ ചെലവഴിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ അത് തത്സമയം ഇപ്പോൾ 9ാം നാളിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ಪ್ರಾಧಾನ್ಯ. ಸಿಬ್ಬಂದಿಗಳ ರಕ್ಷಣಾ ತಂಡಗಳ ಒಂದು ಸಹಯೋಗದಲ್ಲಿ ಮಾಡ್ತಾ ಇರುವಂತದ್ದು. ಈಗಾಗಲೇ ಬೂಮರ್ ಯಂತ್ರದ ಮೂಲಕ ಗಂಗಾವಳಿ ನದಿಯಲ್ಲಿ ಶೋಧ ಕಾರ್ಯ ಮಾಡಲಾಗಿದೆ. ಮೃತದೇಹಕ್ಕಾಗಿ ಕಾರ್ಯಾಚರಣೆ ಮುಂದುವರೆದಿದೆ. ಇನ್ನು ಏನೆಲ್ಲ ಬೆಳವಣಿಗೆ ಆಗಿದೆ ಮತ್ತು ಕಾರ್ಯಾಚರಣೆ ಕಾಪಾಡಬೇಕಾಗಿದೆ. ಕ್ಯಾಮರಾ ಪರ್ಸನ್ കിട്ടിന്ന് പറഞ്ഞിട്ട് നാട്ടിലിട്ട് ന്യൂസ് ഭയങ്കര ഇതാണെന്നുണ്ടല്ലോ. അന്നല്ല കിട്ടി അതിന്റെ തുമ്പ് കാണുന്നുണ്ടെന്ന് പറയാം. ഇനി കിട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആടെ വെച്ച് നാട്ടാർ വിളിച്ചിട്ടറി പറയുന്നത്. തീർച്ചയായും അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. MLAയുടെ വാക്കുകളും അങ്ങനെ തന്നെയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം അവർ സൈന്യമാണ് നൽകേണ്ടത്. അത് ബംഗളൂരിൽ നിന്നും അത്തരത്തിലുള്ള സ്ഥിരീകരണം വരണം. എന്തായാലും വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഈ ദൃശ്യങ്ങളും നമുക്ക് കാട്ടിത്തരുന്നത്. അത്തരത്തിൽ ഒരേ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഒരേ കേന്ദ്രത്തിൽ എല്ലാ JCBകളും അത്തരത്തിൽ പരിശോധന നടത്തുന്നു. നേരത്തെ പുഴയുടെ ഉൾവശത്തും മറ്റുമൊക്കെ പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെച്ച ഒരവസ്ഥയാണ് ഈ തത്സമയം നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ഇനി അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എൽദോ, എന്താണ് ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. നമ്മളെ TV ഓക്കെ ഓക്കെ ഹലോ ലക്ഷ്മണന്റെ കടത്തിൽ ബാക്കുന്നു. അവിടുന്ന് കിട്ടും ചെയ്യും. പക്ഷെ അയാൾ പറഞ്ഞില്ല. അതിന് തൊട്ട് പിന്നാലെ നമ്മൾ അങ്ങോട്ട് നിശ്ചയിച്ചാൽ മതി. നാട്ടില എന്താ കയറ് കിട്ടി. കാര്യപ്പിനിപ്പോ എത്ര സ്പോട്ട് ചെയ്തിട്ടുണ്ട്? മരത്തിന്റെ ആയിക്കോട്ടെ, എത്ര സ്പോട്ട് ചെയ്തിട്ടുണ്ട്? വെയിറ്റ് കിട്ടും. അതൊരു ട്രക്കല്ലേ കിട്ടും. ഇപ്പൊ മറ്റേ നമുക്ക് നോക്കാം. ഇതിന് പറഞ്ഞാലേ കൊടുക്കാൻ അല്ല. റോപ്പ് കെട്ടിയിട്ട് അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. റോപ്പ് കെട്ടി നടത്തുന്നില്ല.
തീർച്ചയായും ബെൽദോ, ആ AKM അഷ്റഫിന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അവിടെ നിന്നും കയറിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നതാണ്. അത്തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് ഇനിയും സമയമെടുക്കും, കാത്തിരിക്കും. ആ ലോറി ഇത്തരത്തിൽ പുറത്തേക്കെടുക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നടത്തേണ്ടി വരും. ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം മാത്രമേ ഉണ്ടാവൂ. ഏതായാലും ദൃശ്യങ്ങൾ നമ്മോട് പറയും. ദൃശ്യങ്ങൾ തത്സമയം തന്നെ നമുക്ക് കാണിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് ദിവസങ്ങളായി ഇത്തരത്തിൽ കാത്തിരിക്കുന്നു, ഇതിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ. എന്തായാലും ആ ലോറിയിലെ ആ ചിത്രങ്ങൾ അത് തന്നെയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഇത്ര ദിവസമായി നമുക്കും ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. ആദ്യ 2 പ്രാവശ്യം മാത്രമാണ് ഇവിടെ കയറാൻ സാധിച്ചത്. അതിന്റെ ഭീകരതയൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇവിടെയുള്ള മണ്ണുകളൊക്കെ വലിയ തോതിൽ മാറ്റിയ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം വരുമ്പോൾ വലിയ തോതിൽ മൺകൂനകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഇവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇനി പുഴയിലാണ് ഇത്തരത്തിൽ വലിയൊരു ആ കുന്നിടിഞ്ഞ മണ്ണുള്ളത്. ആ മണ്ണിന്റെ ഒരു ഇടത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണന്റെ കടയുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കടയോ വീടോ ഒന്നും തന്നെ ആ മണ്ണിടിച്ചിലിന് ശേഷം ഇല്ലാതായി. എല്ലാം ആ മൺകൂനയിൽ അടിഞ്ഞില്ലാതായി. ആ പ്രദേശത്താണ് അതിന് മുൻപ് അതിന് തൊട്ട് എതിർവശമായിരിക്കും ഒരു പക്ഷേ അർജുൻ ലോറി ഇത്തരത്തിൽ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്തായിരിക്കും ആ 8:30 എന്ന് പറയുന്ന ചൊവ്വാഴ്ചത്തെ ആ സമയത്തായിരിക്കും ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായതും ആ മണ്ണിന്റെ ശക്തിയിൽ ആ ലോറി എതിർവശത്തെ പുഴയിലേക്ക് ഇത്തരത്തിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായതും. ഏതായാലും കുറച്ചുകൂടി കാത്തിരിക്കണം ഔദ്യോഗിക സ്ഥിരീകരണത്തിന്. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യം പറയും. ദൃശ്യം തന്നെ തത്സമയം ആ ദൃശ്യം നമുക്ക് കാണിക്കുന്നുണ്ട്. AKM അഷ്റഫ് വീണ്ടും പ്രതികരിച്ചിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണമല്ല, ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത് സൈന്യമാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവരാണ് നൽകേണ്ടത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ ലോറി പുറത്തെടുക്കുമെന്നാണ് AKM അഷ്റഫിന്റെ വാക്കുകൾ. 100% അദ്ദേഹം പറഞ്ഞത്. ആ സ്ഥലം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നും കുറേയേറെ മണ്ണുകൾ അവിടെ നിന്ന് മാറ്റാനുണ്ട്. 7-8 JCBയും ഒപ്പം ഭൂമി മിഷനും ഉൾപ്പെടെ എല്ലാം അത് ഒരേ കേന്ദ്രത്തിൽ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്കൊരു നല്ല വാർത്ത അത് കൃത്യമായ സ്ഥിരീകരണത്തോടെ നൽകാൻ കഴിയും. എന്തായാലും ഇപ്പോൾ AKM അഷ്റഫിന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അതിൽ തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ദൃശ്യങ്ങളെല്ലാം കൃത്യമായി കാട്ടിത്തരും. എൽദോ, എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കാരണം എന്താണ് ഒരു ലക്ഷ്യമുണ്ട്, പക്ഷെ അത് എവിടെ കിട്ടും എന്ന് യാതൊരു നിശ്ചയവുമില്ല. ഈ പുഴയോരത്ത് അതുണ്ട്, അത് പക്ഷേ അത് എവിടെ എന്നുള്ള ആ ആശങ്കയാണ്. ആ പോയിന്റ് കണ്ടെത്താനുള്ള എവിടെ എന്നുള്ള അത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 9 ദിവസങ്ങളായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യന്ത്രക്കൈ ഇവിടെ നിന്ന് പുഴയിലേക്ക് തുടങ്ങിയപ്പോൾ നേരത്തെ ബോട്ട് അവിടെ നോക്കാം, കഴിയാം. സ്ഥലം പോവില്ലേ? അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ വാഹനത്തിന്റെ ആ ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തി ലോറിയുള്ള ഇനി ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനായി ചാല് കയറി വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ അവിടെ നിന്നും മണ്ണെടുക്കുന്നത്. മറ്റ് ഒരു ജോലിയും മറ്റൊരു തെരച്ചിൽ മറ്റെവിടെയും നടക്കുന്നില്ല. ഈ ഒരു ഒറ്റ പോയിന്റിൽ കൃത്യമായ ഒരേ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ JCBകളും ഒരു ഭാഗത്ത്, അത് മാത്രമല്ല ഇവിടെ നിന്നും ഒരു കയർ ലഭിച്ചതായുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചനകളാണ്. നമുക്കൊരു സ്ഥിരീകരണം എന്തായാലും വേണം. വലിയ ആശ്വാസമായ ഒരു വാർത്ത, അതിന്റെ സ്ഥിരീകരണം ഉടൻ തന്നെ നമുക്ക് നൽകാൻ കഴിയും. ഇനിയിപ്പോൾ ഈ പ്രവൃത്തി നീണ്ടുപോയാൽ അതിന് രാത്രിയും ഇത്തരത്തിൽ തെരച്ചിൽ ഈ പ്രവൃത്തി നടത്താനുള്ള സജ്ജീകരണം ഒരുക്കും, സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് MLA പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ രാത്രി ഇവിടെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായാണ് ഇത്തരത്തിൽ രാത്രി കൂടി ഈ പ്രവൃത്തി നടക്കുമെന്ന് പറയുന്നത്. അത് കൃത്യമാണ്. അതിൽ നിന്നുമൊക്കെ വാക്കുകളിൽ കൃത്യമാണ്. ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന്
പറയുന്നത്. എന്തായാലും അതിന് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ നിലവിൽ ഈ AKM അഷ്റഫിന്റെയും അതുപോലെ തന്നെ കാർവാർ MLAയുടെയും വാക്കുകൾ അത്ര ശുഭസൂചകമാണ്. അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രിയും അവർ ഇത്തരത്തിൽ പ്രവൃത്തികളിൽ ഏർപ്പെടുമെന്ന് നമ്മൾ വ്യക്തമാക്കിയതും. രേണുക, ഫുൾ പെട്ടെന്ന് മഴ വന്നിട്ട് മൊത്തം വെള്ളം കയറി പോയി. ഈ നല്ലതേ നിലവിലെ സാഹചര്യത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും രേണുക. അത്തരത്തിൽ വലിയ മൺകൂനകൾ അവിടെയുണ്ട്. ഒരു മല തന്നെ ഇടിഞ്ഞ് അവിടെ വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം ഈ റോഡ് വശത്തൊക്കെ ഉണ്ടായിരുന്ന മണ്ണുകളും നീക്കം ചെയ്ത് ആ പ്രദേശത്ത് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായ പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു കേന്ദ്രത്തിൽ മാത്രം, അതായത് ഒരു വാഹനത്തിന് ചുറ്റും ഉള്ള ഒരു മാർക്കാണ് കാണുന്നത്. ചാല് കീറി വളരെ സൂക്ഷ്മതയോടുകൂടി അത് ആ പ്രവൃത്തി നടത്തേണ്ടതുണ്ട്. നമുക്ക് ഏതാനും കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. സതീഷ് റായിയുടെ വാക്കുകൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഈ പ്രവൃത്തി രാത്രിക്ക് നീണ്ടുപോയാലും ഇന്ന് നിർത്തില്ല. കൃത്യമാണ് അതിൽ നിന്നും കാര്യം. ലോറിയുള്ള ഭാഗം കൃത്യമായി എടുത്ത് ആ ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. എന്തായാലും എല്ലാ സംവിധാനങ്ങളുമുണ്ട്.